ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പം ഇന്ന് നമ്മളൊരു യാത്ര പോവാണ് കേട്ടോ. തൃശ്ശൂരിലേക്കാണ് ഇന്നത്തെ യാത്ര. എന്താന്നൊക്കെ വഴിയേ പറയാം. അപ്പം ബാ, നമുക്കൊരു ദോശയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇന്നത്തെ അടുക്കളയിൽ ഞാനാണ് കേട്ടോ. അങ്ങനെ ഒരു ഒന്നര ദോശ അങ്ങോട്ട് ഉണ്ടാക്കി. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, അത്യാവശ്യം കൊള്ളായിരുന്നു. അങ്ങനെ ദോശയൊക്കെ കഴിച്ച് നമ്മൾ പതിയെ സെറ്റായി. ദാ ഞാൻ നെയിൽസും മൈലാഞ്ചിയും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് ആക്ച്വലി ഇത്തവണത്തെ നെയിൽസ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു, സെറ്റ് ചെയ്തേക്കുന്നതും ഒക്കെ. അപ്പം ഇങ്ങനെ നിന്നാൽ മതിയോ, പോണ്ടേ? അങ്ങനെ ഞാനും റെഡിയായി, അമ്മയും റെഡിയായി. റോഡിൽ വണ്ടി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായി. അങ്ങനെ ഞങ്ങൾ പയ്യെ റോഡിലോട്ട് വന്നു. അപ്പോഴത്തേക്ക് ദാ വണ്ടി എത്തി. നമ്മളാണ് കേട്ടോ ആദ്യം കയറിയത്. അത് കഴിഞ്ഞ് ഓരോരുത്തരെ വെച്ച് ഓരോ സ്റ്റോപ്പിൽ നിന്നും പോയി പിക്ക് ചെയ്തു. അങ്ങനെ ഓരോരുത്തർ കയറുമ്പോഴും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചാണ് കയറുന്നത്. എല്ലാവരും തന്നെ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നമ്മുടെ അവസാനത്തെ സ്റ്റോപ്പിൽ നിന്നും ആൾക്കാരെ കയറ്റി. ഇനി നമുക്ക് യാത്ര തിരിക്കാം. അങ്ങനെ പതിവ് പോലെ തന്നെ ഇന്നത്തെ യാത്രയും വളരെ മനോഹരമായിരുന്നു. നമ്മൾ പ്രാർത്ഥനകളും അതേപോലെ പല പല പാട്ടുകളും ഒക്കെ ആയിട്ട് തുടങ്ങി. ഇടയ്ക്കൊന്ന് കാപ്പ് കുടിക്കാൻ കയറി. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും സംസാരിച്ചും ഇവരെന്തോ തിരുവാതിര പാട്ട് പാടിയും ഒക്കെയായി യാത്ര. അങ്ങനെ തൃശ്ശൂർ എത്തിയതറിഞ്ഞില്ല. അതിനുശേഷം നമ്മൾ നേരെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇതാണ് അതിൻ്റെ ഒരു മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. നല്ല വെയിലായിരുന്നു. അവിടെ വന്നപ്പോൾ തന്നെ നമുക്ക് മോരും വെള്ളം കിട്ടി. അത് സത്യത്തിലൊരു വലിയ ആശ്വാസമായിരുന്നു. ഈ കൂടൽമാണിക്യത്തിൻ്റെ അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇവിടെ ആക്ച്വലി നല്ല രസമുണ്ടായിരുന്നു എല്ലാം കാണാൻ. പക്ഷെ വെയിൽ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ കളിക്കാൻ പോകുന്ന സ്റ്റേജ്. ഇത് പാവച്ചേച്ചിയുടെ വീട്. ഇവിടെയാണ് നമ്മൾ ഫുൾ റെഡി ആവുന്നതും ഒക്കെ. ചേച്ചി ഉള്ളത് കൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. ദേ ഈ കാണുന്ന ക്യൂ ഉണ്ടല്ലോ, ഈ വെയിലത്തും ഇത്രയും ആൾക്കാർ നിൽക്കുന്നത് എന്താ പറയുക, ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്. എന്താ അല്ലേ, നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നത് അകത്തെ സ്റ്റേജ്. ഇതാണ് കഴിഞ്ഞ ദിവസത്തെ കാറ്റിലും മഴയിലും ഒക്കെ പോയത്. ഇതാ കണ്ടോ, സ്റ്റേജിൻ്റെ പല ഭാഗങ്ങളും പലയിടത്തായിട്ട് വീണ് കിടക്കുന്ന കഷ്ടം തന്നെ. അങ്ങനെ നമ്മൾ ആനക്കൊട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് എത്തി. അവിടെ ദൈവത്തെ എഴുന്നള്ളിച്ച ആ ഒരു ടൈമായിരുന്നു. ഇവിടെയും അത്യാവശ്യം നല്ല തിരക്കുണ്ടായി. പക്ഷേ എന്താണെന്ന് അറിയത്തില്ല, ആ വെയിലത്ത് നമ്മൾ കുറേ നേരം നിന്നെങ്കിലും നമുക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് അത്രയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതോ കണ്ടില്ലേ എന്തോരം മനുഷ്യരാന്ന്. ഇവിടെ വേറൊരു കണ്ട കാഴ്ചയാണിത്. എല്ലാവരും തന്നെ മറന്ന് താളം പിടിക്കുകയാണ്. മനസ്സിന് കുളിർമയേകുന്നൊരു കാഴ്ചയാണ് കേട്ടോ അത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, എല്ലാവരും അതിനൊത്തിങ്ങനെ നിൽക്കുന്നത്. പിന്നെ നമ്മൾ എഴുന്നള്ളത്ത് കണ്ടു. അങ്ങനെ അകത്ത് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല രാവിലത്തെ സമയം. പിന്നെ നമ്മൾ നാണയപ്പറ നിറച്ചു. എല്ലാവരും തന്നെ അത് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിൽ ഓരോരുത്തരും മാറി മാറി അത് ചെയ്തു. ആക്ച്വലി ഇത് ഇവിടുത്തെ ഒരു വഴിപാടാണ്, ഇങ്ങനെ നാണയപ്പറ ചെയ്യുക എന്നുള്ളത്. ഈ നാണയപ്പറ ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. എനിക്ക് ആക്ച്വലി ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ കൊള്ളായിരുന്നു കേട്ടോ. ഇതിലെ ഐതിഹ്യവും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല, എന്നാൽ പോലും ഞങ്ങൾ എല്ലാവരും ചെയ്തു. ഇത് അവസാനം വന്നപ്പോഴത്തേനും പറ മൊത്തത്തിൽ നിറച്ചതാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ പോകുന്നത് ഉച്ചയായിരുന്നു. അപ്പോഴത്തേനും ഉച്ചയൂണിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റായി. ചോറും കുറച്ച് കറികളും ഒക്കെ. ഇവിടെയും അത്യാവശ്യം നല്ല ക്യൂവും തിരക്കും ഒക്കെ ഉണ്ടായി. അച്ചാറും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു. പിന്നെ നമ്മളെല്ലാവരും റെഡിയായിട്ടോ. ഇതാണ് നമ്മളെല്ലാവരുടെയും ഔട്ട്ഫിറ്റ്. നമ്മളെല്ലാവരും റെഡിയായി. നമ്മൾ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് അവിടെ 2 മണിക്കാണ് പ്രോഗ്രാം. അപ്പം നമ്മളവിടെ ചെന്നപ്പം ഓൾറെഡി എന്തൊക്കെയോ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു. തിരുവാതിരയായിരുന്നു കൂടുതലും. അത്യാവശ്യം നല്ല കാണികളും ഉണ്ടായിരുന്നു. ഇത് കണ്ടോ, ഇത് കുഞ്ഞു കുട്ടികളുടെ തിരുവാതിരകളിയാണ് കേട്ടോ. ഇത് ആക്ച്വലി നല്ല ക്യൂട്ടായിരുന്നു കണ്ടു നിൽക്കാൻ തന്നെ. ഇത് വേറൊരു ടീം. ആക്ച്വലി എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, തിരുവാതിര അങ്ങനെ ചെയ്യുക, ഈ ഒരു ഡാൻസ് മയം വിട്ടിട്ട് അങ്ങനെ ചെയ്യുക, അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇത് നമ്മൾ ബാക്ക് സ്റ്റേജിലുള്ള പരിപാടിയാണ്. ഇതാണ് ഞങ്ങളുടെ പരിപാടി. ഇത് പരിപാടി കഴിഞ്ഞ് ഇറങ്ങി വരുന്ന കോലമാണ് കേട്ടോ ഈ കാണുന്നത്. എല്ലാവരും ഓരോരുത്തരായിട്ട് ഇറങ്ങി വരികയാണ്. പിന്നെ നല്ലപോലെ കളിക്കാൻ പറ്റിയതിൻ്റെ സന്തോഷപ്രകടനമാണ് ഈ കാണുന്നത്. പിന്നെ നമ്മൾ അമ്പലത്തിൽ പോയി. ഇതിൻ്റെ ഈ മെയിൻ എൻട്രൻസ് തന്നെ ഭംഗിയുണ്ട്. 2 സൈഡിലും കുറേ ചുവർ ചിത്രങ്ങളും. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ കുളമാണ്. എന്ത് ഭംഗിയാണല്ലേ. പിന്നെ നമുക്ക് ചായ കുടിക്കാൻ പറ്റി. ചായയും ബജ്ജിയും ഒക്കെ കഴിച്ചു.
പിന്നെ നമ്മുടെ മെയിൻ ഏരിയയിലോട്ടുള്ള ഷോപ്പിങ്ങിന് പോയി. അതിനുശേഷം നമ്മൾ റൂമിൽ വന്ന എല്ലാവരും ഡ്രസ്സൊക്കെ മാറി പോകാനുള്ള തയ്യാറെടുപ്പിലായി. അപ്പം നമുക്ക് ഓരോരുത്തരുടെ അഭിപ്രായം എനിക്ക് കേൾക്കാം. തിരുവാതിര തെറ്റിക്കാൻ കളിക്കാൻ പറ്റുക? തീർച്ചയായിട്ടും നല്ല രീതിയിൽ കളിക്കാൻ പറ്റി. കഴിഞ്ഞ ഓണത്തിനെക്കാട്ടിലും ബെറ്റർ ആക്കാൻ പറ്റുക? നന്നായിട്ട് ആത്മവിശ്വാസത്തോട് പറയുന്നു, നന്നായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി. ഗീതമ്മയ്ക്ക് എന്തായാലും സൂപ്പറായിട്ട് കളിക്കാൻ പറ്റി ഇപ്രാവശ്യം. മാണിക്യത്ത് ഇങ്ങനെ കളിക്കാൻ അവസരം കിട്ടി, നന്നായിട്ട് ഞങ്ങൾക്ക് കളിക്കാനും പറ്റി. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ തിരുവാതിര അവതരിപ്പിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. വളരെ നല്ല അനുഭവമായിരുന്നു തിരുവാതിര കളിക്കാൻ. എല്ലാവരും നല്ല തിരുവാതിരയാണെന്നൊക്കെ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോജി ടീച്ചറിനും ആ അഭിമാനം ഞങ്ങൾ സ്നേഹത്തോടെ സമർപ്പിക്കുന്നു. ഓക്കെ, താങ്ക് യു. നല്ലപോലെ കളിക്കാൻ പറ്റിയതിൽ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. ഈ കൂടൽമാണിക്യ ക്ഷേത്രത്തിൽ തിരുവാതിര കളിക്കാൻ എനിക്കൊരു അവസരം കിട്ടിയ വളരെയധികം നമ്മുടെ ഗ്രൂപ്പിന് എല്ലാവർക്കും കൂടി കളിക്കാൻ പറ്റിയ വളരെയധികം സന്തോഷം. ഞങ്ങൾ ആദ്യമായിട്ടാണ് കൂടൽമാണിക്യത്ത് വരുന്നത്. ഞങ്ങളുടെ വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ് ഇന്ന് സഫലീകരിച്ചത്. അപ്പം കൂടൽമാണിക്യത്ത് വന്നു. ഞങ്ങൾ തിരുവാതിര ബുക്ക് ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയേക്കുന്ന സമയം 2:20 3 മണിക്ക് ഞങ്ങൾക്ക് കളിക്കാനായിട്ട് പറ്റി. ഇന്നലെയൊക്കെ പ്രതികൂല കാലാവസ്ഥയായിരുന്നു. ഇന്നെല്ലാം കൊണ്ടും ഭഗവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വാര്യത്തെ ശ്രീലക്ഷ്മി തൊട്ടടുത്ത് തന്നെയാണ്. ഞങ്ങൾക്ക് ഒരുങ്ങാനും എല്ലാം ഉള്ള സൗകര്യം ശ്രീലക്ഷ്മി ചെയ്തു തന്നു. അപ്പോൾ ശ്രീലക്ഷ്മിയോടും കുടുംബത്തോടും കൂടി ഒരു നന്ദിയുണ്ട്. ഭഗവാൻ ഇനിയും അനുഗ്രഹിക്കുകയാണെങ്കിൽ അടുത്ത വർഷവും ഞങ്ങൾക്ക് ഇവിടെ വന്ന് കളിക്കാൻ സാധിക്കണേ എന്നാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. എല്ലാം കൊണ്ട് ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞു. ധാരാളം തിരുവാതിര കളികൾ ഉണ്ടായിരുന്നു. എങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു തിരുവാതിര കളി കണ്ടതിൻ്റെ ഒരു സന്തോഷം ഈ നാട്ടിൽ നിന്നും കിട്ടി. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഭഗവാന്റെ അനുഗ്രഹം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒത്തിരി ഭയങ്കര ആഗ്രഹമായിരുന്നു കൂടൽമാണിക്യത്തൊരു തിരുവാതിര കളിക്കണം എന്നുള്ളത്. അതെന്തായാലും ഭഗവാൻ സാധിച്ചു വന്നു. ഞാനിങ്ങനെ ഒരു ആഗ്രഹം നന്ദുവിനോട് പറഞ്ഞു. അവൻ വളരെ അവൻ്റേതായിട്ടുള്ള ഭയങ്കരമായിട്ട് അവൻ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ടാണ് ഇതിനുള്ളൊരു അവസരം ഉണ്ടായത്. 255 ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഞങ്ങൾക്കൊരവസരം കിട്ടുക എന്ന് പറയുന്നത് അത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് കരുതുന്നു. ഏതായാലും ഭയങ്കര സന്തോഷം. ജ്യോതി പറഞ്ഞ പോലെ അടുത്ത പ്രാവശ്യം അകത്തെ സ്റ്റേജിൽ കളിക്കാൻ ഇടയാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. അങ്ങനെ നമ്മൾ അവരോടൊക്കെ യാത്ര പറഞ്ഞ് പതിയെ ഇറങ്ങുകയാണ്. എന്തായാലും ഇന്നത്തേത് അടിപൊളി പരിപാടിയായിരുന്നു. ഒരു വട്ടം കൂടെ കളിക്കാൻ അവസരം തരണേന്നും പ്രാർത്ഥിച്ച് നമ്മൾ പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോയത് വടക്കുന്നാഥൻ്റെ അടുത്തേക്കാണ്. 7 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനുമാണ് നമ്മളിവിടെ എത്തിയത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് തൊഴാൻ പറ്റി. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അവിടെ. എന്ത് നല്ല അന്തരീക്ഷമാണെന്നറിയോ അവിടെ. ഭയങ്കര കാം ആൻഡ് ക്വയറ്റൊരു സ്ഥലം. വൈകുന്നേര സമയങ്ങളിൽ ഇതുവഴിയൊക്കെ നടക്കുന്ന എന്ത് രസമാണ്. പിന്നെ നമ്മൾ പാറമേക്കാവിൽ വന്നു കേട്ടോ. അവിടെ നമുക്ക് തൊഴാനൊക്കെ പറ്റി. വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. അങ്ങനെ അവിടെയും തൊഴുതിറങ്ങി നോക്കിയപ്പം ഇതിന് ഓപ്പോസിറ്റ് ഒരു എക്സിബിഷൻ നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്കൊന്നും നമ്മൾ പോയില്ല, നല്ല തിരക്കുണ്ടായി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ കയറി. എല്ലാവരും പിന്നെ വണ്ടിയിൽ കയറി. പിന്നെ ഉറക്കമായി. ഒരു 2-2:30 ആയപ്പോഴത്തേനും നമ്മളെത്തി. അപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.